അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല, തുല്യ സ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പൊ ജോലി സ്ഥലത്ത്, ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ബാംഗ്ലൂർ, ഒരാൾക്ക് ചെന്നൈയിലും. എനിക്കറിയാവുന്ന ഒരു കേസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, നിങ്ങൾ ബാംഗ്ലൂരിൽ വരണം, ട്രാൻസ്ഫർ വാങ്ങിച്ചു. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. ഒരു ഡിവോഴ്സായി. പക്ഷെ അത് കോംപ്രമൈസ് ആകാവുന്ന ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അപ്പൊ ഞാൻ ഇടപെടുമ്പോൾ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറില്ല. അപ്പൊ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാൾ വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാൾ വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്ക് ചിന്തിക്കാവുന്ന ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകൾ ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും, സ്ത്രീധനത്തിന്റെ പ്രശ്നമൊക്കെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റ് ആയിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിയമത്തിന്റെ ഈ ഡിവോഴ്സ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിന് കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിലൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ. ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ ഭാര്യയെ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.